ഹലോ. അപ്പം ഞാൻ ഓസ്ട്രേലിയയിലെത്തി. ഭയങ്കര വിഷമമുണ്ട് നാടൊക്കെ വിട്ട് പോകുന്നതിന്. ഒരുപാട് ശ്രമിച്ചു നാട്ടിലൊക്കെ നിൽക്കാനായിട്ട്. പക്ഷേ ചില പ്രശ്നം കാരണം ഇങ്ങോട്ട് പോരാന്നൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. അപ്പം നോക്കുക, നമ്മൾ നാട് വിട്ട് പോകുന്നതിൻ്റെ ഒരു വിഷമമുണ്ടെങ്കിൽ ആ ഒരു ഓർമ്മ നിലനിർത്താനായിട്ട് ഞാനിവിടെ ഒരു തുളസിത്തരയൊക്കെ കൊണ്ടുവന്നിരുന്നു നാട്ടിൽ നിന്ന്, ചേച്ചി തന്നെ. അപ്പം അതിൽ മണ്ണൊക്കെ നിറച്ചു. ഇപ്പോൾ തുളസി ചെടി നടാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാന്ന് വെച്ചു. ഇവിടെ ഇഷ്ടം പോലെ പാല് കിട്ടും, കണ്ടോ, നല്ല പാല് ഇഷ്ടം പോലെ കിട്ടും, വളരെ വില കുറവാണ്. അപ്പം ഇത് മറ്റേ എന്താ പറയുക, ഫുൾ ക്രീം മിൽക്കാണ്. അപ്പോൾ ചായക്ക് വേണ്ടി ഞങ്ങൾ അതാ ഉപയോഗിക്കുക. പിന്നെ ഇവിടെ കണ്ടോ റോഡ്, നമ്മുടെ നല്ല റോഡ്, നടപ്പാതയൊക്കെ മോനൊക്കെ സ്കൂളിൽ കൊണ്ടാക്കി വരുന്ന വഴിയാണ്. അപ്പം നടപ്പാതയൊക്കെ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നടക്കുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് തോന്നില്ല, കാരണം സേഫാണ് ഈ ഒരു നടത്തം, രാവിലത്തെ നടത്തേ. അപ്പോൾ അവിടെ കണ്ടോ നല്ല ഭംഗിയാക്കി വെച്ചിരിക്കും. പക്ഷെ മതിലൊക്കെ കണ്ടോ, ചില വീടുകളുടെ മതിലൊക്കെ നമ്മുടെ വീടുകളെ പോലെയുണ്ട്. പക്ഷെ ഭൂരിഭാഗം വീടുകളുടെ 95% വീടുകളുടെയും മതിലുകൾ നമ്മൾ ഈ വീഡിയോ ഇതിൽ കാണുന്ന പോലെയാണ്. അതായത് കമ്പി കൊണ്ട് കെട്ടിയിട്ട് പ്രൈവസി വേണമെന്നുള്ളൊരു പച്ച ഷീറ്റ് കൊണ്ടൊക്കെ മറിക്കും. ഇതുകൊണ്ടൊരു കാര്യമുണ്ട്, നമ്മളെ ഫ്ലഡിന്റെ പ്രശ്നത്തിലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഈ വലിയ മതിൽ കെട്ടി വരുന്നതുകൊണ്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ അതിനുള്ളിൽ തന്നെ ഒഴുകി പോകേണ്ട കിടക്കും. ഇതങ്ങനെയല്ല, വെള്ളം ഇങ്ങനെ ഈക്വലായിട്ട് ഇങ്ങനെ പരന്നു ഒഴുകിക്കോളും ഈ കമ്പീൻ്റെ അടിയിൽ കൂടിയൊക്കെ പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ഭംഗി തോന്നും. മാത്രമല്ല, ചിലര് ഈ മതിലിന്റെ മുകളിൽ ഇങ്ങനെ പ്രൈവസി കൂടുതൽ വേണമെന്നുള്ളൊരു, ഞാൻ പറഞ്ഞ പോലെ അതിന് ഷീറ്റ് വലിച്ചു കിട്ടും. അത് കൂടാതെ ചിലർ ഈ കണ്ടോ, ഇവിടെയൊക്കെ ചില വീടുകളിലൊക്കെ ഉണ്ടാവും നല്ല ചെടികൾ വളർത്തിയിട്ട് മതിലുകളിൽ പതിപ്പിക്കും, പറ്റി വളർത്തും. പിന്നെ പണ്ടത്തെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നില്ലേ, മുള്ളുവേലി കിട്ടിയിട്ട് ബോഗൻവില്ല കടലാസ് ചെടി, പൂച്ചെടികൾ വളർത്തുക. അതുപോലെ നല്ല ഭംഗിയുള്ള ചെടികൾ നല്ല ഭംഗിയായിട്ട് വെട്ടി മതിലിന്റെ ഉയരത്തിൽ വെട്ടി ഭംഗിയായിട്ട് വളർത്തി വെട്ടി വെക്കും. അപ്പൊ അതുകൊണ്ട് അവർക്ക് പ്രൈവസിയും കിട്ടും, ആ ഒരു പ്രകൃതിയോടിണങ്ങിയ മതിലുകളും ആവുകയും ചെയ്യും. പിന്നെ വേസ്റ്റ് മാനേജ്മെന്റിനെ പറ്റി പറയാം. ഇപ്പോൾ കണ്ടോ, ഈ മഞ്ഞ ഈ അടപ്പുള്ളതൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാകും ഇങ്ങനത്തെ സംഭവങ്ങൾ. നമ്മുടെ നാട്ടിലെ പഞ്ചായത്തും കോർപ്പറേഷനും പകരം ഇവിടെ സിറ്റി കൗൺസിലാണ്. സിറ്റി കൗൺസില് ഇങ്ങനെയുള്ള വലിയ വീപ്പകൾ നമ്മുടെ വീടുകളിലും നമ്മുടെ ഫ്ലാറ്റുകളിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ കളറുള്ളത്, മഞ്ഞ കളറുള്ളത് നമ്മുടെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ ഇടാനായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടില്, നമ്മുടെ കാർഡ്ബോർഡ് കാർട്ടണുകള്, പിന്നെ അങ്ങനെയുള്ള റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഈ ഒരു ബോക്സിലാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുക. പിന്നെ ഈ ചുവന്ന ബോക്സ് കണ്ടോ, ഇതിലാണ് നമ്മൾ ഈ ബയോ വേസ്റ്റുകൾ, അതായത് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന വേസ്റ്റുകളും കടലാസുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ചുവന്ന കളറുള്ള വീപ്പുകളിലാണ് നമ്മൾ ഇടുക. അപ്പോൾ ഇവിടെ കണ്ടത് ഇതുകൊണ്ട് നമ്മൾ ഈ ഒരു ഡാർവിൻ സിറ്റി കൗൺസിലിന്റെ വണ്ടി വന്നിരിക്കുകയാണ് വേസ്റ്റ് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ അവര് ഓപ്പറേറ്റ് ചെയ്യുന്നത് കാണാം. അപ്പുറത്തെ കണ്ട ഒരു അമ്മ വന്നിട്ട് മഞ്ഞ ബോക്സിനകത്ത് വേസ്റ്റ് കൊണ്ടുവരുന്ന കണ്ടില്ലേ. അപ്പൊ ഇവര് വേസ്റ്റ് മാറ്റുകയാണ്. നല്ല ഭംഗിയായിട്ട് വേസ്റ്റുകൾ കൈകൊണ്ട് എടുത്ത് നമ്മുടെ ഗാർബേജ് ട്രക്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് സിറ്റി കൗൺസില് നമ്മുടെ ഡംപിങ് യാർഡിലേക്ക് കൊണ്ടുപോവാണ് ഇതൊക്കെ അവിടെയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് അവിടെ നിന്നാണ് ഈ റീസൈക്കിൾ പ്രോസസ്സും ഈ തെരയലും മറ്റേ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ എടുത്ത് മാറ്റുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഇതുണ്ട്, നമ്മുടെ കാക്കകളെയൊക്കെ വന്നിട്ട് കാണാനേ ഇല്ല, കാക്കകളൊന്നും ഇല്ല ഇവിടെ. പക്ഷെ നല്ല ഭംഗിയുള്ള സ്വാൻസിനൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരിങ്ങനെ അരയന്നൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ബാക്ക് ഭാഗമാണത്. അപ്പോൾ വീടിന്റെ ബാക്ക് ഭാഗമാണ്, ഫ്ലാറ്റിന്റെ ബാക്കിലാണ്. അപ്പോൾ കുഞ്ഞരയങ്ങൾ കണ്ടോ, സുന്ദരികളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇവരെ കൂടുതലായിട്ട് കാണാം, കാക്കകളെയൊന്നും കാണാനില്ല. ദൂരെ കാണുന്നതാണ് നമ്മുടെ ഒരു ചെറിയ സ്വിമ്മിംഗ് പൂള്, ഷെയ്ഡായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ്. ഇവിടുത്തെ 48 അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ ഒരു ഷെയ്ഡ് സ്വിമ്മിംഗ് പൂളാണ്. അപ്പം അത്രയും കാര്യങ്ങളാണുള്ളത്. ഇപ്പം പിന്നെ നല്ല മഴയാണ്, നാട്ടിൽ നല്ല ചൂടാന്ന് കേട്ടു. ഇവിടെ നല്ല ചൂടാണ്, പക്ഷെ ഇന്ന് നല്ല മഴയാണ്. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ. ജസ്റ്റ് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പം ഓരോരുത്തരായിട്ട് പറയുന്നതിന് പകരം എല്ലാവർക്കും കൂടെ ഒന്നിച്ച് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആക്കി ഇടുന്നത്. അപ്പം ജസ്റ്റ് കാണാം വേണമെങ്കിൽ കേട്ടോ, നമ്മുടെ ഒരു വിശേഷങ്ങൾ അറിയാനായിട്ട്.
അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ശരി എന്നാൽ, താങ്ക് യു.